ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് കമ്മിങ് 36 അവേഴ്സിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തൊക്കെ വാർണിങ്ങും എന്തൊക്കെ ചേഞ്ചസുമാണ് വരാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്, അവരുടെ കറണ്ട് ഫീലിംഗ് എന്താണ് കമ്മിങ് 36 അവേഴ്സിൽ, ഇതെല്ലാം നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ലവ് ലൈഫിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളത്, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത് ചിന്തിക്കുക. കൂടാതെ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം പറയുക, അവരുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എനർജി നോക്കുകയാണെങ്കിൽ കമ്മിങ് 36 അവേഴ്സിൽ നിങ്ങൾ എത്രമാത്രം ഇവരെ സ്നേഹിച്ചു, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുമായിട്ട് സംസാരിച്ച ആ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ, അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇവർക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് കൊടുത്തത്. നിങ്ങൾ വളരെയധികം കെയറിങ് കൊടുത്തു, നേച്ചറിങ് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ, ആ ഒരു കെയറിങ്ങിനെയും ആ ഒരു നേച്ചറിങ്ങിനെയും കുറിച്ച് ഇവർ ചിന്തിക്കുകയാണ്. ഇവിടെ നിങ്ങൾ എത്രത്തോളം ലോയലും ഡെഡിക്കേറ്റും ആയിട്ടുണ്ടോ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയും ഇവർക്ക് വേണ്ടി, അതേപോലെ ഇവർ അത്രമാത്രം ലോയലും ഡെഡിക്കേറ്റഡും ആയിട്ടില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്വഭാവമാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. നിങ്ങൾ വളരെയധികം ലോയലും ഡെഡിക്കേറ്റഡുമായിട്ടാണ് ഈ ഒരു ബന്ധത്തിന് വേണ്ടി നിന്നത്. അതായത് നിങ്ങളുടെ നന്മകളാണ് അവർ കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. എന്നിട്ട് ഇവർ ഇങ്ങനെയും ചിന്തിക്കുന്നു, ഞാൻ എന്ത് നല്ല കർമ്മം ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു നല്ലൊരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നും ഇവർ ചിന്തിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവരെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങളെപ്പോലുള്ള ഒരു ലൈഫ് പാർട്ട്ണറിനെ ഇവർക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എന്തോ നല്ലൊരു കർമ്മം ചെയ്തിട്ടുണ്ട് ഞാൻ, അതുകൊണ്ടാണ് ഇങ്ങനൊരു ലൈഫ് പാർട്ട്ണറിനെ എനിക്ക് കിട്ടിയത് എന്ന്. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്തോ കൺഫ്യൂഷനിലാണ് ഇവർ. അതായത് നിങ്ങളോട് സംസാരിക്കുവാൻ എന്തോ ഒരു എക്സ്ക്യൂസ് വേണം ഇവർക്ക്. ചിലപ്പോൾ നിങ്ങൾ റീസെൻ്റായിട്ട് വഴക്കിട്ട് പിരിഞ്ഞവരായിരിക്കാം. ഇവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല. അത് കാരണം എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കിട്ടിയാൽ അത് പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കാമെന്നായിരിക്കാം ഇവർ വിചാരിക്കുന്നത്. അതായത് ഫേസ്ബുക്കിൽ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ടോ പോസ്റ്റ് കണ്ടിട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിന് എക്സ്ക്യൂസായിട്ട്, അതായത് ഞാനിത് കണ്ടു, അങ്ങനെ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വന്നതാണ്, അപ്പോൾ വിചാരിച്ചു നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കാമെന്ന്, അങ്ങനെയാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കി നിങ്ങളോട് സംസാരിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇവരുടെ ഈഗോയാണ് ഒന്നിനും സമ്മതിക്കാത്തത്. അതായത് ഈഗോ ഉള്ളത് കാരണം ഇവർക്ക് ഇവരുടെ തെറ്റ് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് അവരുടെ തെറ്റ് അംഗീകരിച്ച് ഒരു എക്സ്ക്യൂസും ഇല്ലാതെ നിങ്ങളോട് സംസാരിക്കും. പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോഴും ഓരോ എക്സ്ക്യൂസ് അന്വേഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് സംസാരിക്കാനായിട്ട്. ഇതുകൂടാതെ വരാൻ പോകുന്ന 36 അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ലവ്, റൊമാൻസ്, ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എല്ലാം വളരെ ഹൈ ആയിട്ട് കാണുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള ഒരു എനർജിയും കാണാൻ സാധിക്കുന്നില്ല. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവർ ദൂരെ ഇരുന്ന് വളരെ എൻജോയ് ചെയ്യുകയാണ് അവരുടെ ലൈഫ്. അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തെത്തണം, അതിനുവേണ്ടി എന്തെങ്കിലും കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് കെയർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇവർ കെയർ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളും കെയർ ഫ്രീ ആയിട്ടിരിക്കുക. ഇവിടെ ഫിയർലെസ് ആയിട്ടുള്ള ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആരെയും പേടിക്കാതെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ ഇവർ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന 36 അവേഴ്സിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് അവരുടെ പേഴ്സണുമായിട്ട് സംസാരിക്കുവാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന അവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്നുണ്ട്. പക്ഷേ അവർ സഫറിങ് സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവർ പശ്ചാത്തപിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി ഇവർക്ക് ഉണ്ട്. അത് കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരുവാനോ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാനോ സാധിക്കുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ ആരുടെയെങ്കിലും പ്രഷർ കാരണമായിരിക്കും ഇവർ നിങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുന്നത്, ഇല്ല എങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അത് കാരണമായിരിക്കാം നിങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവർ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വൈബാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
കുറേ ആൾക്കാർ ഇങ്ങനെയാണ്, അവർക്ക് ക്ലാരിറ്റി കിട്ടും, കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തോ ഒരു ഡിസിഷൻ ഇവർ എടുത്തായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയും. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവർ എന്ത് ഡിസിഷനാണോ എടുത്തത് അത് ശരിയാണ്, ഞാൻ എടുത്ത ഡിസിഷനുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നതാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവർ അങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളില്ലാതെ ഇവരെ തന്നെ സ്വയം ഇവർ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഇവർക്ക് ഒരു കാര്യത്തിലും ഒന്നും കോൺസെൻട്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ എത്രത്തോളം വിഷമിക്കുകയാണോ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ പോയിട്ട്, അതേപോലെ വിഷമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണും. ഇവിടെ എന്തായാലും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സംസാരിക്കും എന്നുള്ള ചാൻസസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് വരാൻ പോകുന്ന 36 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ആക്ഷനാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഇവിടെ വരുന്ന എനർജി അനുസരിച്ച് ചില ആൾക്കാരുടെ പേഴ്സൺ വരാൻ പോകുന്ന 36 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന 36 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം, നിങ്ങളുടെ അടുത്ത് വരണം എന്നുള്ള ആ ഒരു തോന്നൽ ഇവർക്ക് ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വരാൻ പോകുന്ന 36 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യുകയും നിങ്ങളോട് പറയുകയാണ് നേരിട്ട് കാണാൻ എവിടെയെങ്കിലും വെച്ച്, അങ്ങനെയൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു എനർജി വളരെ നല്ല ഒരു എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് വാർണിംഗ് എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ പറയാം. അപ്പോൾ വരാൻ പോകുന്ന 36 അവേഴ്സിനുള്ളിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതാണ് വാർണിംഗ് എനർജി ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റിന് ശേഷം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ദൂരെ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു വാർണിംഗ് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന 36 അവേഴ്സിനുള്ളിൽ ഇങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ആർഗ്യുമെൻറ്റും നിങ്ങൾ ചെയ്യുവാൻ പോകരുത്. കാരണം നിങ്ങൾക്ക് തന്നെ അത് പിന്നെ ഭാവിയിൽ ദോഷമായി വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത്, അവരോട് ഒന്നിനും ആർഗ്യുമെൻറ്റ് ചെയ്യാൻ പോകരുത്. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വരാൻ പോകുന്ന 36 അവേഴ്സിനുള്ളിൽ നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. വരാൻ പോകുന്ന 36 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ കൂടാതെ നിങ്ങൾക്ക് എന്തോ ടിപ്സ് തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അത് ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് എന്തോ ഒരു ടിപ്സ് തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിനെ കുറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ടിപ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ കോണ്ടാക്റ്റിലുള്ള ആൾക്കാർ ചിലപ്പോൾ കാണുന്നതാണ് പരസ്പരം, ചിലപ്പോൾ ഇവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേയോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ പരസ്പരം നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 5 ആണ്. 5 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 22 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 32 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 36 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.